സെബദിയുടെ മക്കൾക്ക് ഒരു പേരുണ്ട്. എന്താണ്? ഇടിമക്കൾ. സ്തോത്രം. ഇടിമക്കൾ എന്ന് പേരുണ്ട്. അടുത്തത് നിക്കേ. ഈ യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനൊക്കെ ഇട്ടൊരു പേരാണ്. യേശുക്കർത്താവ് പറയുകയാണ്, അവന്റെ പേരെന്താ? ഇടിമക്കൾ. ഇടിക്കാൻ നടക്കുന്നവർ. എന്തോ കിട്ടിയാലും പെട്ടെന്ന് എന്ത് ചെയ്യുക? ഇടിക്കുക. മൂക്കിൻ്റെ അറ്റത്താണ് ഈ സാധനം എന്ത് ചെയ്യുന്നത്? ഇരിക്കുന്നത്. അപ്പണ്ട് മോശം ഇങ്ങനെ അല്ലായിരുന്നോ? പെട്ടെന്ന് കൈ കിട്ടുന്ന വെച്ച് ഒറ്റ ഇടിയ. ഒരിക്കൽ മോശം ഇങ്ങനെ നടന്നു പോകുമ്പോൾ 2 പേര് തമ്മിൽ എന്ത് ചെയ്യുക? എനിക്ക് പറയാച്ചാ അച്ഛാമ്പാ 2 പേര് തമ്മിൽ എന്തോ ചെയ്യുക? അടി ഉണ്ടാക്കുക. അപ്പൊ നോക്കിയപ്പോൾ ഒരുത്തൻ നമ്മുടെ പാർട്ടിയാ, മറ്റേ പുള്ളി മറ്റേ പാർട്ടിയാ. അപ്പൊ എന്ത് ചെയ്തു? മോശം കൊണ്ടിട്ട് മറ്റേ പാർട്ടിയുടെ മൂക്കിന് ഒറ്റ ഇടി. നിങ്ങൾ ചോദിക്കല ആ വാക്യോടാ പാസ്റ്റയാന്ന്. മൂക്കിനിടിച്ച വാക്യോടാണ്. എന്നാൽ ഇടിച്ചു. പക്ഷെ പുള്ളി എന്ത് ചെയ്തു? തട്ടിപ്പോയി. ഈ തട്ടിപ്പോയ ഒറ്റ ഇടി അവൻ തീർന്നു. മോശ അവിടെ കിടന്ന ഈ കട്ടച്ചൂളേക്ക് പണിയെടുക്കാൻ കൊണ്ടുവന്ന് ഇഷ്ടംപോലെ മണ്ണ് കിടപ്പുണ്ട്. ആ മണ്ണ് കൈ കൊണ്ട് അങ്ങോട്ട് മാന്തിയോ, ഇനി വല്ല പിക്കാസ് കൊണ്ട് മാന്തിയോ, എന്തേലും ആട്ടെ, അവനെ പിടിച്ച് കുഴിച്ചങ്ങിട്ടിട്ട് പാട്ടൊക്കെ പാടി ഞാനൊന്നും അറിഞ്ഞില്ലേ എന്നും പറഞ്ഞ് എന്ത് ചെയ്തു? നടന്നു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും അതേപോലെ സീൻ കാണുകയാണ്. ആ കാഴ്ച ആരടാ നോക്കിയപ്പോൾ മറ്റേ പാർട്ടിയില്ല, നമ്മുടെ പാർട്ടികൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക? അവിടെ ചെന്നിട്ട് ഇടിച്ചൊന്നുമില്ല, നമ്മുടെ പാർട്ടിയല്ലേ, ഇടിച്ചൊന്നുമില്ല. പറഞ്ഞു, മക്കളെ നമ്മൾ ദൈവമക്കളല്ലേ, നിങ്ങൾ തമ്മിൽ ഇങ്ങനെ ഇടിക്കാൻ പറ്റുമോ? താനാരാ? എന്നെ അറിയത്തില്ലേ? ഇല്ലില്ല. അല്ല, ഞാൻ പറഞ്ഞത് ഞാൻ ആരാന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. നിങ്ങൾ ദൈവമക്കളല്ലേ, നിങ്ങൾ എബ്രായ കുടുംബത്തിൽപ്പെട്ടവരല്ലേ, നിങ്ങളങ്ങനെ ഇടിക്കാൻ പറ്റുമോ? ദൈവമൊക്കെ ഇടിക്കാൻ പറ്റുമോ? നിങ്ങൾ പറഞ്ഞു ദൈവമൊക്കെ ഇടിക്കാൻ പറ്റുമോ? ദൈവമൊക്കെ ഇടിക്കാൻ പറ്റത്തില്ല. അപ്പം ദൈവമൊക്കെ വ്യവസ്ഥയുണ്ട്. അപ്പം മോശ കുറച്ച് ഉപദേശമൊക്കെ അങ്ങോട്ട് പറയാൻ തുടങ്ങിയപ്പോഴത്തേനോ കുറച്ച് ഉപദേശങ്ങളൊക്കെ പറയാൻ തുടങ്ങി. ഉപദേശം പാരമ്പര്യം അനുസരിച്ച് ചില ഉപദേശങ്ങൾ പറയാം. എബ്രായർ അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയാൻ പറഞ്ഞപ്പോൾ ഇവർ ഒറ്റ വാക്കിൽ മോശയുടെ വായടച്ചു. പണ്ടേ ഒരുത്തനെ കുഴിച്ചിട്ട് ഞങ്ങൾക്കറിയാം. ഞങ്ങളെയും പുള്ളിക്കാരൻ്റെ മനസ്സിൽ അകത്തൊരു കത്തി തലേ ചെന്നിട്ട് പറഞ്ഞു, എടാ ഇതൊക്കെ ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ചില കാര്യങ്ങളൊക്കെ മിടുക്കന്മാരായിട്ടിരിക്കും. ഒരു കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. നിന്നെ ഓർത്ത് മിണ്ടാതിരിക്കുക. നിന്നെ അല്ല, ദൈവത്തെ ഓർത്ത് മിണ്ടാതെ ഇരിക്കുക. മോശ അവിടുന്ന് ഒരു ഒറ്റ ഓട്ടം. മോശയ്ക്ക് മനസ്സിലായി ഇനി ഇവിടെ നിന്നിട്ട് വലിയ കാര്യമില്ല. അകത്ത് മിസ്രൈമിലെ ഫറവോന്റെ പുത്രിയുടെ പേരൊക്കെ പോയി ജയിലിൽ പോയി ഉണ്ടയും വെള്ളവും തിന്നേണ്ട അവസ്ഥ വരുമ്പോൾ ഒറ്റ ഓടി അമ്മായിയപ്പൻ്റെ ആടുകളുമായിട്ട് ആ മരുഭൂമിയിൽ നിന്ന് ആടുകളെ മേയ്ക്കുമ്പോൾ നോക്കുമ്പോൾ എന്താ പറയുക, ഒരു മുള്ളലിങ്ങനെ തീ ഇങ്ങനെ കത്തുന്നു. മോശ നോക്കി മിസ്രൈമിലെ കട്ടച്ചുള്ള തീ കണ്ടിട്ടുണ്ട്, ഹോമം നടക്കുമ്പോൾ തീ കണ്ടിട്ടുണ്ട്, അടുപ്പിലെ തീ കണ്ടിട്ടുണ്ട്, ചുറ്റുള്ളിയൊക്കെ എടുക്കുമ്പോൾ ആ ഇറച്ചിക്കലത്തിന്റെ അടുക്കലുള്ള തീ മോശ കണ്ടിട്ട്. പക്ഷെ ഈ തീക്ക് എന്തോ ഒരു പ്രത്യേകത. നോക്കിയപ്പോ മുള്ളു വാടുന്നില്ല. മിസ്രൈമിലെ തീക്കകത്ത് വിറക് വെന്ത് ചാമ്പലാകുന്നു. ഈ തീ എന്ത് ചെയ്യുന്നില്ല, മുള്ളു വാടുന്നില്ല, ഈ ചെടി വാടി വീഴുന്നില്ല, പക്ഷെ തീ കത്തുന്നു. എന്തെന്ന് കാണേണ്ടതിന് മോശ അടുത്തേക്ക് ചെല്ലുമ്പോ അതിനകത്തുനിന്ന് ഒരു വ്യത്യസ്തമായ ശബ്ദം, നീ ചവിട്ടിയിരിക്കുന്ന സ്ഥലം വിശുദ്ധമാണ്. എന്റെ കുഞ്ഞ്, എന്റെ അച്ഛ, എന്റെ അമ്മാമേ, നീ ചവിട്ടിയിരിക്കുന്ന സ്ഥലം വിശുദ്ധമാണ്. എല്ലാവർക്കും സ്വത്രം പറയാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഇന്ന് രാവിലെ ഒരാൾ ആമേൻ പറഞ്ഞ ഈ ദൂത് നിനക്ക് വിടുതലാണ്. നീ ചവിട്ടിയിരിക്കുന്ന സ്ഥലം ഇത് വിശുദ്ധമാണ്. അത്യന്ത ശക്തി. അടുത്ത പദം കർത്താവ് പറഞ്ഞ് ദൈവത്തിന്റെ ആത്മാവ് തീ കൂടെ പറഞ്ഞത്. അപ്പൊ മോശ ചോദിച്ചു, ഞാൻ എന്താ ചെയ്യണ്ടേ? ഇത് അടുത്ത് വരണമെങ്കിൽ കാലിക്കെട്ടിയ ചെരുപ്പ് ഊരി, കാലിക്കെട്ടിയ ചെരുപ്പ്. എനിക്കൊന്ന് പ്രസംഗിക്കാൻ കൊഴുപ്പ് കിട്ടാനെങ്കിൽ ഒരു സ്വത്രം പറഞ്ഞേ. മതി, അങ്ങോട്ട് പോകണ്ട, പോട്ടെ. കാലിക്കെട്ടിയ ചെരുപ്പ്.
2026 ഓഗസ്റ്റ് 23 ചില വ്യക്തികളെ നോക്കി ദൈവാത്മാവ് ഓഫ്ലൈനിലും ഓൺലൈനിലും കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവ് വിളംബരം ചെയ്യുന്നു. ഇതിനപ്പുറത്ത് അടുത്ത 40 നിനക്കുണ്ട്. പക്ഷെ അതിലേക്ക് കയറണമെങ്കിൽ ഇന്ന് പകൽ കാലിക്കെട്ടിയ ചെരുപ്പ് ഇവിടെ വെച്ച് അരിച്ചു കളയാൻ റെഡിയാണെങ്കിൽ അടുത്ത 40 ദൈവം നിന്നെ കൊണ്ടുപോകാൻ പോകുകയാ. അടുത്ത 40 നിനക്ക് മന്ന കിട്ടും. അടുത്ത 40 നിനക്ക് കാടപ്പക്ഷിയെ കിട്ടും. അടുത്ത 40 മാറ മധുരമാകും. അടുത്ത 40 മേഘസ്തംഭം വെളിപ്പെടും. അടുത്ത 40 അഗ്നിസ്തംഭം വെളിപ്പെടും. പക്ഷെ ആ 40 കയറണമെങ്കിൽ അടുത്ത 40 കഴിയുമ്പോൾ വെച്ചിട്ടില്ലാത്ത വീട്, കുഴിച്ചിട്ടില്ലാത്ത കിണർ, നട്ടിട്ടില്ലാത്ത തൈകൾ, പാല് തേന് ഒഴുകുന്നത് നിന്റെ അവകാശം നിനക്ക് കിട്ടും. പക്ഷെ അവിടേക്ക് പോകണമെങ്കിൽ ഇന്ന് നിന്റെ കാല് ചുറ്റിയ കെട്ടിയ ആ ചെരുപ്പ് ഇവിടം കൊണ്ട് അഴിച്ചു കളയാൻ റെഡിയാകണം. ഈ തണുപ്പുള്ള രാജ്യത്തൊക്കെ ഞാൻ പ്രസംഗിക്കാൻ പോയിട്ടുള്ള ഒരാളാണ്. അവിടെ പ്രസംഗിച്ചുകൊണ്ടിരുന്നത് ഞാൻ ചെരുപ്പിട്ടുണ്ടാ പ്രസംഗിച്ച്, ഷൂ ഇട്ടുണ്ട. അവിടെ കത്രിമേശ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്. കത്രിമേശ നടത്തിയിട്ടുണ്ട്. ഞാൻ ഷൂ ഇട്ടുണ്ട, ചെരുപ്പ് ഊരിയിട്ടല്ല. തണുപ്പുള്ള രാജ്യത്തൊക്കെ പോകുന്ന ഡോക്ടർക്കൊക്കെ അറിയാം. ഷൂ ഇട്ടുണ്ട. അങ്ങനെ ഇരിക്കുമ്പോൾ 2018 ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവ് ഇത് എന്നാ ഇരട്ടത്താപ്പ് കാണിക്കുന്നേ? മോശയോട് എന്താ പറഞ്ഞേ? ചെരുപ്പ് ഊരിക്കള്. റെനിയോട് പറയുക, തണുപ്പായിട്ടൊക്കെ ചെരുപ്പ് കിടന്നതുകൊണ്ട് ഈ സഭയിൽ അത്ഭുതം നടക്കാതിരുന്നിട്ടുണ്ടോ? കത്രിമേശ ദൈവം പ്രസാദിക്കാതിരുന്നിട്ടുണ്ടോ? ആത്മാക്കൾ വരാതിരുന്നോ? ഇല്ല. 100 കണക്കിന് ആളുകളാ. അപ്പൊ കർത്താവ് പറഞ്ഞു, മോനെ ഈ ചെരുപ്പ് കുത്തിയ ചെരുപ്പല്ല ഞാൻ ഉദ്ദേശിച്ചേ. യഹൂദന്മാരുടെ ചെരുപ്പ് കാലിന്റെ വള്ളിച്ചെരുപ്പ, നമ്മുടെ കൂടെ ഉള്ള ചെരുപ്പല്ല. യഹൂദന്മാരുടെ ചെരുപ്പ് മുട്ടുവരെ വള്ളി കൊണ്ട് ചുറ്റി കെട്ടും. അത് അഴിച്ചു കളയണം. ഇത് അഴിച്ചു കളയാന്ന് പറഞ്ഞാൽ ഈ 40 കഴിഞ്ഞ്, ആദ്യം ഫറവോന്റെ കൊട്ടാരത്തിൽ 40, ഈ 40 കഴിഞ്ഞ് അടുത്ത 40 ഇവനെ ഷിഫ്റ്റ് ചെയ്യുക. ഒരു വിടുതലിലേക്ക്, അടുത്ത ലെവലിലേക്ക്, അടുത്ത അനുഗ്രഹത്തിലേക്ക് കൊണ്ടുപോവുക. ഇതിനകത്തിരിക്കുക ചിലരെ ഈ 2026 ഓഗസ്റ്റ് 23 മുതൽ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ പോവുക. ആമേൻ പറഞ്ഞിട്ടെടുത്തോണം. പക്ഷെ കർത്താവ് ചില കാര്യം ചെയ്യാനുണ്ട്. കർത്താവ് ദൈവം പറഞ്ഞത് ജനത്തെ ഏൽപ്പിക്കാൻ പോവാ. നിന്റെ ഈ പണിയൊന്നും എൻ്റെ ജനത്തോട് എന്ത് ചെയ്യരുത്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തത് ഇതെന്ത് ചെയ്യരുത്, കാണിക്കരുത്. അതുകൊണ്ട് ഇവിടെ വെച്ച് നീ അതെന്ത് ചെയ്യണം. എന്നാലേ എനിക്ക് ചിലത് നിന്നെ ഏൽപ്പിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ, മോശെ ഈ ചെരുപ്പൂരി കളയുക എന്ന് പറയുന്നത് ഒരു ആത്മീയ അർത്ഥം ഞാൻ പറയുന്നത് കേട്ടോ. ചെരുപ്പൂരി കളയുക എന്ന് പറയുന്നത് കഴിഞ്ഞ ചില 40 വർഷമായി നിന്റെ മൂക്കിന്റെ അറ്റത്തിരിക്കുന്ന ശുണ്ടി ഉണ്ടല്ലോ, ഒന്ന് പറഞ്ഞ് രണ്ടാമത് കൈ പൊക്കുന്ന, ഒന്ന് പറഞ്ഞ് രണ്ടാമത് ചീത്ത വിളിക്കുന്ന, ഒന്ന് പറഞ്ഞ് രണ്ടാമത് കാല് പൊക്കുന്ന, ഒന്ന് പറഞ്ഞ് രണ്ടാമത് ഇടിച്ചു കൊല്ലുന്ന ആ ശക്തി ഉണ്ടല്ലോ, ഇവിടെ ഊരിക്കളയണം. സ്വതന്ത്രം വേണ്ട, മിണ്ടാതിരുന്നാ മതി. ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ നീ അത് ഊരിക്കളയാൻ തയ്യാറാണെങ്കിൽ അടുത്ത ലെവലിലേക്ക് ഞാൻ കൊണ്ടുപോവാ. അടുത്ത ശുശ്രൂഷ ഫലമേൽപ്പിക്കാൻ പോകുക. നിന്നെ ഞാൻ ചെങ്കടൽ അല്ലല്ല, ആ നൈൽ നദി എന്ന് പുറത്തു കൊണ്ടുവന്നതിന്റെ ലക്ഷ്യമുണ്ടല്ലോ, ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. എടാ, ഞാൻ നൈൽ നദിക്കകത്തു നിന്നെ പുറത്തു കൊണ്ടുവന്നില്ലേ? ഞാങ്ങണയ്ക്കകത്തൂടെ ആ പെട്ടകത്തിൽ, കീല് വരട്ടിയ പെട്ടകത്തിനകത്തുനിന്ന് നിന്നെ ഞാൻ പുറത്തു കൊണ്ടുവന്നില്ലേ? ഈ പുറത്തു കൊണ്ടുവന്ന് നീ ഓർത്തു ഞാൻ ഫറവോന്റെ പുത്രിയാക്കി നിന്നെ ഞാൻ വാഴിക്കണം? അല്ല. കൊട്ടാരത്തിൽ സുഖ സൗകര്യങ്ങൾ കൊണ്ട് ജീവിക്കാനാണ് നിന്നെ പുറത്തു കൊണ്ടുവന്നത്? അല്ലെന്നേ. പിന്നെ എന്തിനാ? ഇതുവരെ ആയിട്ടില്ല ആ വെളിപ്പാട്, ഇതുവരെ അത് നിറവേറിയിട്ടില്ല.
എന്റെ പർപ്പസ് മറ്റൊന്ന്. 2 വയസ്സിന് താഴെ നീ മരിക്കേണ്ടവനാ. നിന്നെ സ്തുതികർമ്മിണികൾ വലിച്ചു കീറി നൈലതിൽ എറിയേണ്ടതാ. അതിനകത്തൊന്നും നിന്നെ ഇതിനകത്ത് കൊണ്ടിരുത്തിയെങ്കിൽ, ഇന്നലകളിൽ നീ പ്രവചിച്ചില്ലേ, ഇന്നലകളിൽ നീ ആരാധിച്ചില്ലേ, ഇന്നലകളിൽ നീ ഉപവസിച്ചില്ലേ, ഇന്നത് കനലുവാരി കെടുത്തി വെച്ചിട്ട് ഇന്ന് പകൽ ആത്മാവ് പറയുക, അടുത്തൊരു ലെവലിലേക്ക് നീ കയറി വരണമെങ്കിൽ ഇന്ന് പകൽ ചിലത് വലിച്ചെറിയാൻ തയ്യാറാകണം. അവസാന വാണിങ്ങ കേട്ടോ, ലാസ്റ്റ് വാണിങ്ങ. ദൈവം ഒന്നുകൂടെ നോക്കുക. ചിലത് കൈകാര്യം ചെയ്യാൻ കർത്താവിന്റെ പക്കലുണ്ട്. നിന്റെ കയ്യിൽ തരാൻ, നിന്റെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ കൊടുക്കാൻ ദൈവത്തിന്റെ പക്കൽ ചിലത് ഇരിപ്പുണ്ട്. പക്ഷെ അത് വാങ്ങിക്കാൻ നീ റെഡി ആയില്ലെന്ന് കണ്ടിട്ടാ തമ്പുരാൻ അത് കളഞ്ഞിട്ടില്ല, മറ്റാർക്കും കൊടുത്തിട്ടില്ല. അതെനിക്ക് നിനക്ക് തരാൻ റെഡിയാ. പക്ഷെ ഇന്ന് പകൽ കർത്താവ് പറയുകയാ, ഇവിടെ വെച്ചത് വലിച്ചെറിയ തയ്യാറാണെങ്കിൽ, ഇവിടെ വെച്ചതിനെ വലിച്ചെറിയാൻ തയ്യാറാണെങ്കിൽ, ഒന്നുകൂടെ ഞാൻ പറയാ, ഉപേക്ഷിക്കേണ്ട ചിലതിനെ ഇവിടെ വെച്ച് ഉപേക്ഷിക്കാൻ തയ്യാറാണെങ്കിൽ, ഒരു കൂട്ടം ജനത്തെ നിന്റെ കയ്യിൽ ഞാൻ തരും, നിനക്ക് അഭിവൃദ്ധി തരും. പാലും തേനും ഒഴുകുന്ന ദേശത്ത് എന്റെ ജനത്തെ നയിക്കേണ്ടതിന് ഞാൻ നിന്റെ മേൽ അഭിഷേകം തരും, അത്യന്ത ശക്തി പകരും. ഇന്ന് മകൻ ചേർന്ന് വിശ്വസിക്കുന്നെങ്കിൽ ആമേൻ പറഞ്ഞ് കർത്താവിന് മഹത്വം കൊടുക്ക്. പരിശുദ്ധാത്മാവേ ഞാൻ പറയാ, ഇന്ന് പകൽ അതിനെ ജയിക്കാൻ തയ്യാറാകട്ടെ. ലൂക്കോസ് 9:54 വായിച്ചു. അതിന്റെ ശിഷ്യന്മാരായ യാക്കോബ്, യോഹന്നാൻ കണ്ടിട്ട്, ആരാ? യാക്കോബും യോഹന്നാനും കണ്ടിട്ട്. ആരാ യാക്കോബ് യോഹന്നാനും? അല്ലല്ലോ, പേരുണ്ടല്ലോ, ഇടിമക്കൾ. ഇവരുടെ ഉള്ളിൽ എന്താ കിടക്കുക? ഇവരിത് കണ്ടിട്ട് കർത്താവിന്റെ ഒരു ചോദ്യം ചോദിക്കുക, ഹൃദയം കവിഞ്ഞ് വരുന്നതല്ലോ. എന്റെ മുഖത്തോട്ട് നോക്കിയേ. ഹൃദയം നിറഞ്ഞ് കവിയുന്നതാണ് എന്ത് പറയുന്നേ? വായ് പ്രസ്താവിക്കുന്നേ. സ്തോത്രം. പ്രസ്താവിക്കുന്നേ. നമ്മളെന്താ സിനിമ പാട്ട് പാടി നടക്കാത്ത? ചില ആൾക്കാർ കണ്ടില്ലേ, നടക്കുമ്പോഴൊക്കെ സിനിമ പാട്ട് പാടി നടക്കാൻ കണ്ടില്ലേ? എന്താ നടക്കാത്ത? ഇനി നമ്മുടെ കുഞ്ഞുങ്ങൾ എന്താ പാടി നടക്കുക? ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. എന്താ നടക്കാത്ത? അവരുടെ ഉള്ളിൽ വേറെ പലതാ നിറഞ്ഞിരിക്കുന്നത്. നമ്മളിൽ കർത്താവിന്റെ വചനം നിറഞ്ഞിരിക്കണം, നമുക്കത് പാടാനായിട്ട് തോന്നത്തില്ല. ഇവിടെ ഇടിമക്കളുടെ ഹൃദയത്തിനകത്ത് കിടന്നൊരു സാധനം പൊങ്ങി വരുന്നതുണ്ടോ? എന്തോ പറയുന്നേ? കർത്താവേ, ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്ത് നിന്ന് തീ ഇറക്കി ശമരിയക്കാരെ മുഴുവൻ എന്ത് ചെയ്യട്ടത് എന്ന് പറഞ്ഞ മലയാളത്തിൽ പറയും, ലൈവ് ഉണ്ട്, തെറ്റിദ്ധരിക്കരുത്. ഇവന്റെ മേൽ അങ്ങ് ഇടുത്തി വീഴണ കർത്താവേ എന്ന് എല്ലാം പിടി കിട്ടിയ ചില ആൾക്കാർ പറഞ്ഞ കേട്ടിട്ടില്ലേ? നിങ്ങളല്ലെന്ന്. നിങ്ങളല്ല, നമ്മൾ കേട്ടെന്നാ പറഞ്ഞേ. ചില ആൾക്കാർ പറഞ്ഞ ദേഷ്യം എന്ന് പറയണോ, നിന്റെ തലയിൽ എന്ത് ചെയ്യും? ഇടുത്തി വീഴും, നീ മുടിഞ്ഞു പോകും എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? എന്നതുപോലെ ഈ ഇടിമക്കളുടെ അകത്ത് കിടന്ന സംഭവം കൊണ്ട് പറയുക, കർത്താവ് ഏലിയാവ് തീയിറക്കി കാര്യങ്ങൾ ചെയ്തതുപോലെ ഈ ശമരിയ പട്ടണം മുഴുവൻ എന്ത് ചെയ്യട്ടെ? നല്ല ശുശ്രൂഷയാണോ? ആണോ? അല്ല. കാരണം ഉള്ളി കിടന്ന സാധനം എന്ത് ചെയ്തേ? ശത്രുവിനോട് പോലും നിങ്ങൾ എന്ത് ചെയ്യരുത്, അങ്ങനെ പറയരുത്. ഒരാമയും പറഞ്ഞു. പക്ഷെ അവിടെ വ്യത്യാസം എന്തറിയോ? ഇവന്റെ അകത്ത് അത്യന്ത ശക്തി വന്നു. അവിടെ വിഷയം, ഇവന്റെ അകത്ത് എന്തോ വന്നു? അത്യന്ത ശക്തി വന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ 1 യോഹന്നാനിലേക്ക് വാ. 1 യോഹന്നാൻ, ഈ പുള്ളി ലേഖനം എഴുതി. 1 യോഹന്നാനിലേക്ക് വാ. 4-ാം അധ്യായത്തിലേക്ക് വന്നേ. അത്യന്ത ശക്തി വന്നപ്പോൾ എന്താ പുള്ളി പറഞ്ഞേ? ആമേൻ. ഇടിമക്കളുടെ അകത്ത് അത്യന്ത ശക്തി വന്നപ്പോൾ 1 യോഹന്നാൻ 4:7-8. 1 യോഹന്നാൻ 4:7-8. അവിടെ വിളിച്ച വിളിയുണ്ടോ? പ്രിയമുള്ളവരെ, അതാണ് കിടക്കുന്നു. തീ അയച്ച് ഇവനെയൊക്കെ കത്തിക്കണമെന്ന് പറഞ്ഞ് ഉപദേശി ഇപ്പൊ എന്തോ പറയുന്നേ? ഇവിടെ കിട്ടിയോ? മനസ്സിലായോ? അത്യന്ത ശക്തിയുടെ വലിപ്പം കണ്ടോ? അത്യന്ത ശക്തിയുടെ വലിപ്പം കണ്ടോ? കോപം അങ്ങ് പോയെന്ന്. അത്യന്ത ശക്തി വന്നപ്പോ എന്തോ പോയി? എന്നോട് ഇങ്ങനെ നോക്കാതെ. അത്യന്ത ശക്തി വന്നപ്പോ എന്നാ പോയി അച്ഛാ? കോപം പോയി. അപ്പൊ കോപം ഇരിക്കുന്നതിന് അർത്ഥം എന്തുവാ? ഇടുത്തി വിട്ട് ഇവനൊക്കെ ചത്തുപോട്ടെ എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? അകത്തെന്തില്ല? സ്നേഹമല്ല, നോ. അത്യന്ത ശക്തിയില്ല.
അത്യന്ത ശക്തി അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോ യോഹന്നാൻ പറയുക, പ്രിയമുള്ളവരെ, നാം അന്യോന്യം എന്ത് ചെയ്യണം? ഈ പുള്ളിയാണോ അവിടെ പറഞ്ഞേ? അവിടെ എന്തോ പറഞ്ഞേ? തീ അയച്ച് ഒരു പട്ടണത്തെ മുഴുവൻ എന്ത് ചെയ്യട്ടെ? നശിപ്പിക്കണമെന്ന് പ്രാർത്ഥിച്ചവർ ഇപ്പൊ പറയുക, നമ്മൾ അന്യോന്യം എന്ത് ചെയ്യണം? അത് അത്യന്ത ശക്തിയുടെ ഗുണമാ. സ്വോത്രം പറ, സ്വോത്രം പറ, സ്വോത്രം പറ. കൂടിരിക്കുന്ന, കൂടെ ആരാധിക്കുന്ന, കൂടെ ജീവിക്കുന്ന, ആമേൻ ഹല്ലേലൂയ, കൂടെ ജോലി ചെയ്യുന്ന, ആമേൻ പ്രിയപ്പെട്ടവരെ, നിന്നെ പോലെ സ്നേഹിക്കണമെങ്കിൽ അത് വെറും കഴിവ് കൊണ്ട്, ശക്തി കൊണ്ട്, കുടുംബ പശ്ചാത്തലം നടക്കത്തില്ല. അത് അത്യന്ത ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ കഴിയൂ. നല്ല വാക്ക് പറയണമെങ്കിൽ അത്യന്ത ശക്തി വേണം. ഇന്ന് പകൽക്കാലം ഈ ദൂത് പുറംകാല് കൊണ്ട് ചവിട്ടരുത്. ഈ ദൂതേറ്റെടുത്ത് സ്വോത്രം ചെയ്യ്. ഈ അത്യന്ത ശക്തി നിന്റെ മൺകൂടാരത്തിൽ പകർന്നിരിക്കുന്നത് എന്നിലും നിന്നിലും മാറ്റമുണ്ടാകും.